ഹായ് ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂറോ യു എസ് ടിയുടെ ഒരു അനാലിസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എങ്ങനെയാണ് മാർക്കറ്റിൽ സിമ്പിളായിട്ട് അനാലിസും കാര്യങ്ങളും ചെയ്യാനുള്ളത്, അതേപോലെ മാർക്കറ്റ് വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നത് നമുക്കൊരു വീക്ക്ലി ലെവൽസിന് സ്റ്റാർട്ട് ചെയ്യാം. വീക്ക്ലി ലെവൽസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ലോന് ശേഷം ഈ ഒരു റിവേഴ്സലായിട്ടുള്ള ഏരിയ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയും കാര്യങ്ങളും ഈ ഒരു ഏരിയയിലെ മൾട്ടിപ്പിൾ ഹൈസിൻ്റെ ഇതെല്ലാം ടേക്കൻ ഔട്ട് ചെയ്തതിന് ശേഷം ഒരു റിട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു റിട്രേസ്മെൻറ്റ് ഫർദർ ആയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് കാണാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗ് ലോ ലെവൽസിലേക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രൈസ് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീക്ക് നോക്കാം. ഇനി 1 ഡേ ആൻഡ് 16 ഹവേഴ്സും കൂടിയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ കാണാൻ വീണ്ടും ഒരു ഹയർ ലെവലിലേക്കുള്ള റൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ ഈ ഒരു വീക്കിൻ്റെ ലെവൽസ് നല്ല റിജസ്റ്റേഴ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ഐഡിയയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ നമുക്ക് ഡെയിലിയിലേക്ക് പോയിട്ട് നമുക്ക് അനാലിസും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്കറിയാം ഓൾറെഡി ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, അതായത് ഒരു ലിക്വിഡിറ്റി എടുത്തൊരു ബ്രേക്ക് ഔട്ട് സിനാരി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബയേഴ്സിനെല്ലാം ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്സൈഡിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഇവിടെ കണ്ടു റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയിൽ എൻ്റർ ആയിട്ടുണ്ടാവും. ഇവിടെ സ്റ്റോപ്പ് ലോസ് എല്ലാം വെച്ചിട്ടുള്ള ഷോർട്ട് ടേം ആയിട്ട് ഇവിടെയാണ് ഇതെല്ലാം ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ലോസ് എല്ലാം നമുക്ക് ലിക്വിഡിറ്റി ലെവൽസ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ലെവൽസിലേക്കുള്ള റണ്ണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാനിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഡൗൺ ക്ലോസ്ഡ് ക്യാൻ ലെവൽസിലേക്ക് വന്നിട്ടാണ് നമുക്ക് റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്യാനൽ ലെവൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്പാൻഷൻ ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നമുക്ക് ആ ഒരു എക്സ്പാൻഷൻ കിട്ടാതെ പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽസ് വരെയുള്ള റണ്ണും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ഒരു ഏരിയാസിൽ നമുക്ക് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഈക്വൽ ഹൈസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് കറണ്ട് ലെവലിലുള്ള അനാലിസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു മൈനസ് ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പ് സൈഡ് ക്ലോസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടായതിനു ശേഷം ഇമ്പൾസീവായിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കും അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഒരു മൈനർ ഫെയർ വാല്യൂ ഗ്യാപ്പും ടാപ്പ് ചെയ്തതിനു ശേഷം പ്രൈസ് ഇന്നലെ ബുധനാഴ്ച നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൈസ് എന്തായാലും ഇന്ന് PO3 നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരണം. അതായത് ഞാനിവിടെ ഒരു എക്സാമ്പിളും കാര്യങ്ങളും കാണിച്ചു തരാം. ഒരു PO3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു ലിക്വിഡിറ്റി എടുക്കണം. അതിനുശേഷം റിവേഴ്സൽ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഫർദർ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യണമെന്നല്ല, ഇവിടെ ഉള്ളൊരു പാർഷ്യൽ ആയിട്ടുള്ള ചെറിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾ ക്യാച്ച് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ബയറിഷ് ബയാസ് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 4 ഹവറിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒരു അനാലിസും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. 4 ഹവറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഈ ഒരു ലെവൽസ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് അല്ലേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലിക്വിഡിറ്റി എടുത്തു പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഫർദർ ആയിട്ട് ഈ ഒരു ലിക്വിഡിറ്റിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു റണ്ണ് തരാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം ഈ ഒരു ഇൻഎഫിഷ്യൻസി ഫില്ല് ചെയ്തു മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം ഈ ഒരു 4 ഹവറുള്ള ഈ ഒരു കൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റിവേഴ്സലും കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഇൻവേർഷൻസും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പ്രൈസ് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ലെവൽസിലെ ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ബേസ് ചെയ്തിട്ടാണ് ഡ്രോപ്പും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ഹവറുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് വാച്ച് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഇൻഎഫിഷ്യൻസിലേക്ക് പ്രൈസ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് പ്രൈസ് ഇപ്പോൾ ചെറുതായിട്ടൊരു റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളൊരു ഐഡിയയും അതേപോലെ തോട്ടും ട്രേഡ് പ്ലാനെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് പോയിട്ട് നമുക്ക് ആ ഒരു റിജക്ഷൻസിൻ്റെ ഏരിയാസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രൈസ് ഇന്നലെ ഒരു മാനിപ്പുലേഷൻ തന്നായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ പക്ഷേ ഒരു എക്സിറ്റും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു പ്രൈസിൻ്റെ ഒരു റണ്ണും കാര്യങ്ങളും എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ടാർഗറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ആ ഒരു ട്രേഡ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്കൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എങ്ങനെയാണ് ഞാൻ ആ ഒരു ട്രേഡിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൈസ് ഓൾമോസ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി റണ്ണ് നമുക്കിവിടെ ഒരു ഫാൾസ് മൂവ് കാണാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പ്രൈസ് വീണ്ടും ഈ ഒരു ലെവൽസിലേക്ക് ഈ ഒരു ഡെയിലി ലെവൽസിലെ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് ഡ്രോപ്പും കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിത് എന്തായാലും ഒന്ന് ഡിലീറ്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം ഡെയിലിയിൽ, അതുകൊണ്ടാണ് ഇത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ മെയിനായിട്ട് പ്ലോട്ട് ചെയ്യുന്നത് 1 ഹവർ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് 1 ഹവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് പ്രൈസ് ഈ ഒരു ലെവൽസിലുള്ള ലിക്വിഡിറ്റി എടുത്ത് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് റിജക്ഷൻ തന്ന് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം നമുക്ക് ഇൻവേഴ്സ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ഇൻവേഴ്ഷൻ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും.
ഈ ഒരു ലെവൽസിലേക്ക് വന്നിട്ടാണ് പ്രൈസ് എല്ലാം റിജക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഈ ഒരു ലെവൽസിലേക്ക് ഓപ്പൺ ടാപ്പ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് റിജക്റ്റും കാര്യങ്ങളിലായിക്കൊണ്ടിരിക്കുന്നത്. -IFEG ആയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയാസ് ആണ്. ഞാനതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ലോസ് ഏതൊക്കെയായിരിക്കും? നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം വന്നിട്ടുള്ള ലോ ഏതായിരിക്കും? ഇതായിരിക്കും നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റി, ഡൗൺ സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടാവും അല്ലേ. ഇവിടെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം റിയാക്ഷൻ സബ് സൈഡിലേക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്കിത് ടാർഗറ്റ് ഏരിയാസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് ഈവനിങ് ഒരുപാട് ന്യൂസസും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ് ലണ്ടൻ പ്ലേ അപ്പ് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം ട്രേഡിങ് കാര്യങ്ങൾ എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഒരുപാട് ന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാനിപ്പുലേഷൻസ് ലണ്ടനിൽ കൂടുതലായിരിക്കാം. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലെസൽ അടിക്കാനുള്ള പ്രോബിലിറ്റി എല്ലാം വളരെ കൂടുതലാണ്. ചോപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി റിവേഴ്സൽ നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡൗൺ സൈഡിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഇൻഎഫിഷ്യൻസിയിലേക്ക് നമുക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള റണ്ണ് കിട്ടാനുള്ള പോസിബിലിറ്റി അല്ലേ. നമ്മൾ ആ 4 hourൽ വാച്ച് ചെയ്തതിൽ ആ ഒരു സെയിം ഏരിയ തന്നെയാണ്. ഞാൻ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊരു പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നമുക്ക് ഇവിടെ മൈനർ ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു +FEG ആണ് 1 hour ഉള്ളത്. അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഐഡിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ബെയറിഷ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെയൊക്കെ ബെയറിഷ് നോക്കാം? ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൈസ് ഡ്രോപ്പ് വന്നേക്കാം. ഇവിടെ ഡൗൺ സൈഡിലേക്ക് വന്നു, ഇവിടെ ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ലെവലിലേക്ക് പോയിട്ട് ഒരു മാനിപ്പുലേഷൻ നിന്ന് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ട്രേഡ് സെറ്റപ്പ് വെച്ച് ഏഷ്യയുടെ ഹൈ എടുത്ത് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ലെവലിൽ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയാസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ മൈനർ ആയിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽസിലേക്ക് പോയിട്ട് തന്നെയാണ് പ്രൈസ് റിജക്റ്റും കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഹോൾഡ് ചെയ്യും നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ ഒരു ലണ്ടൻ കിൽ സോൺ ഓപ്പൺ ചെയ്യുന്നവരെ ഇതൊരു മൈനസ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് 1 hour ഉള്ളത്. അതും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എപ്പോഴും നമ്മൾ ഈ ഒരു ഹൈ ടൈം ഫ്രെയിമിലെ PDRSന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റഡ് ആകാനുള്ള പോസിബിലിറ്റി, നമ്മളിത് മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. സ്മോൾ ടൈം ഫ്രെയിം മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഒരു ചാർട്ട് മാത്രം നോക്കിയിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ലെവൽസിലേക്ക് വരുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കൊരു 15 minutes ടൈം ഫ്രെയിമിലേക്ക് പോവാം. നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമിങ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് 2 മുതൽ 5 വരെയുള്ള ആ ഒരു ടൈമിൻ്റെ അകത്തായിരിക്കും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ടാകാം. ഓക്കെ, അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് നമുക്ക് ഓപ്പണിംഗ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പണിംഗ് ഏതാണ്? 0-0 ടൈമിംഗ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഡൗൺ സൈഡിലേക്ക് ഞാൻ ടൈം ഫ്രെയിം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്, 2 day ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പ്രൈസ് ബെയറിഷ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനിപ്പുലേഷൻ അപ്സൈഡിലേക്ക് കാണണം. 2 o'clockന് ശേഷം അപ്സൈഡിലേക്ക് ഒരു മാനിപ്പുലേഷൻ കാണണം, ഡ്രോപ്പ് കിട്ടണം. ഇമ്പൾസീവ് ആയിട്ടുള്ള ഡ്രോപ്പ് ആണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈസ് ഇവിടെ നമുക്ക് ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി തന്നെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്രത്തോളം ഈ ഒരു ഹൈ ടേക്കൻ ഔട്ട് ചെയ്യാൻ വരുന്നത്. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ടേക്കൻ ഔട്ട് ചെയ്യോ ഇല്ലയോ നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഡീപ്പായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ നോർമലി ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിം ഞാൻ 5 minutesലാണ് ട്രേഡ് എടുക്കാറുള്ളത്. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിലേക്കും പോകാൻ പറ്റും. പക്ഷേ ഞാൻ 5 minutes തന്നെയാണ് ട്രേഡും കാര്യങ്ങളും നോക്കാറുള്ളത്. അപ്പോൾ നമുക്ക് 5 minutesലേക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇവിടെ നിന്നൊരു മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിൽ അപ്സൈഡ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ആയി ഡ്രോപ്പും കാര്യങ്ങളും തന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയാസിലുള്ള ഈ ഒരു FEGs നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീക്ക് വളരെയധികം മാനിപ്പുലേഷൻസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെയുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കാണിച്ചു തരാം. ഈ ഒരു മൈനസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. 2 ലെവലിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ആയിട്ട് നോക്കാൻ പറ്റുന്ന 2 പോസിബിലിറ്റി. ഒന്ന് ഹയർ ലെവലിലേക്ക് റണ്ണ് തന്നു, ഇമ്പൾസീവായി ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള റിയാക്ഷൻസ് ബേസ് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. സെൽ സൈഡ് ആയിട്ട് ഇതുവരെ നോക്കാം, പക്ഷെ നമ്മൾ അത്രയും നോക്കില്ല. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ലോ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് DXYയും കാര്യങ്ങളും കോറിലേഷൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതും കൂടി നോക്കാൻ അനാലിസിസും കാര്യങ്ങളും ചെയ്യാം. അതിന് മുമ്പേ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി, ഇന്നലെയുള്ള ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഇന്നലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു വീക്ക് ക്രിയേറ്റ് ആകുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. 2 o'clockന് ശേഷമാണ് ഈ ഒരു വീക്കും കാര്യങ്ങളും ക്രിയേറ്റ് ആകുന്നത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യാറുള്ളത്, ഞാൻ എപ്പോഴും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ്റെ ലോ, അതേപോലെ ലണ്ടൻ്റെ ഏഷ്യയുടെ ഹൈ, ഏഷ്യയുടെ ലോ ടേക്കൻ ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ റിവേഴ്സൽസ് നോക്കാറുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മളൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതേപോലെ ഹൈ ടൈം ഫ്രെയിമിൽ 1 hourലൊരു മൈനർ ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടിയുണ്ട്. എനിക്കൊരു എക്സാക്റ്റ് ആയിട്ടൊരു വ്യൂ ഉണ്ടായിരുന്നു പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നത്. റീസൺ ഇത്രയേ ഉള്ളൂ, മൾട്ടിപ്പിൾ ആയിട്ട് ഞാൻ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത്രയും വലിയൊരു ഹയർ മൂവ്മെന്റ് വന്നതിന് ശേഷം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആക്കുന്നു, ഡ്രോപ്പ് ആയിരുന്നു, കൂടുതൽ ആൾക്കാർ മാനിപ്പുലേറ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ശേഷം ഒരു അപ്പ് സൈഡിൽ ഒരു മൂവ്മെന്റും തരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതും ബൈ എടുത്തിട്ടുള്ള ലെവൽസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയാസിലായിരുന്നു ഞാൻ എൻട്രീസും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ വന്ന് എക്സാക്റ്റ് ആയിട്ട് ട്രേഡും കാര്യങ്ങളും എടുത്ത് ഞാൻ ഈ ഒരു ലെവൽസിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൈസ് നല്ല രീതിയിൽ റിജക്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഈ ഒരു വിക്കിൻ്റെ ലോയിലായിരുന്നു ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ ഒരു വിക്കിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ലെവൽസിലേക്ക് ട്രേഡ് ചെയ്യാതെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമുക്കറിയാം അല്ലേ. പ്രൈസ് വന്നു, അതിനുശേഷം ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സഡൻ ആയിട്ട് അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നിട്ട് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ബെയറിഷ് ക്യാൻസ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായത്. സാധാരണ നമുക്ക് ഈ ഒരു കണ്ടിന്യൂഷൻ പ്രോപ്പറായിട്ട് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഒരു അൺവാണ്ടഡ് ആയി നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സ്പെക്ടേഷനിൽ മൂവ്മെന്റ് വന്നേക്കണം എന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് വന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു വിക്കിൻ്റെ ഈ ഒരു ലെവൽസിൽ വന്ന് ക്ലോസും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. റിവേഴ്സ് വരുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ എന്നുള്ള പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിവേഴ്സ് വന്നു. അതിനുശേഷം പ്രൈസ് റൺ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഈവൻ അടിച്ചു. അതിനുശേഷം ഇവിടെ കൺസോൾട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് എനിക്ക് അപ്പ് സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇയർലി എക്സിറ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ എക്സിറ്റും കാര്യങ്ങളും ഈ ഒരു ബേസ് ചെയ്തിട്ട് ഒരു ക്യാൻസിക്സിൻ്റെ ഫോർമേഷനും അതേപോലെ തന്നെ ഇൻവാലിഡേഷനിൽ ബേസ് ചെയ്തിട്ട് ഞാൻ എക്സിറ്റും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ എക്സിറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നോക്കിക്കാണാൻ പറ്റുന്നതാണ് അല്ലേ. എക്സ്പെക്ടേഷൻ നല്ല രീതിയിൽ ഈ ഒരു ഹൈ ടേക്കൻ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു നല്ലൊരു മാനിപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് വേണ്ട എന്നുള്ള രീതി. പക്ഷേ അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റും കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേഡോ കാര്യങ്ങളോ അതിന് ശേഷം എടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അതേപോലെ ഈ കഴിഞ്ഞ ഒരു പ്ലേ ഔട്ട് നോക്കലാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുമ്പുള്ള പ്ലേ ഔട്ട് എല്ലാം നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാനിപ്പുലേഷൻസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് എനിക്ക് നോക്കുന്ന സമയത്ത് കൂടുതലും ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്തൊരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ മുന്നോട്ടുള്ള ഒരു റണ്ണ് കിട്ടിയിട്ട് റിവേഴ്സൽ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കുന്നതിനെക്കാട്ടിയും റിവേഴ്സ് വന്ന് എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ നമുക്ക് ഈ ഒരു ബൈസർ എടുത്തതിന് ശേഷമുള്ള റിവേഴ്സലാണ്. ഇനി നമുക്ക് DXYയിലേക്ക് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കോറിലേഷൻസോ കാര്യങ്ങളുണ്ടോ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കാം. ഡെയിലിയിലേക്ക് പോയിട്ട് എന്താണ് ക്രിയേഷൻ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കറണ്ട് ലെവലിൽ നമുക്കൊരു പുള്ളി സ്ട്രക്ചറിലേക്ക് പ്രൈസ് ക്രിയേറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, പുള്ളി സ്ട്രക്ചറിലേക്ക് ക്രിയേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലുള്ള സെൽ സൈഡെല്ലാം ടേക്കൻ ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം PDRS നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓൾമോസ്റ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഒരു ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പ് സൈഡിലുള്ള ഒരു ഫർദർ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലസ് ഓർഡർ ബ്ലോക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഡെയിലി ടൈം ഫ്രെയിമിലുള്ളത് SOB ഡെയിലി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടെ നിന്ന് ബുള്ളിഷ് വരുത്താണ്. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇതായിരിക്കും നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഉണ്ടാവുക അല്ലേ. അതേപോലെ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇൻവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ടേക്കൻ ഔട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 4 hourലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചേഞ്ചിങ് സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാനൽസ് നമുക്ക് സപ്പോർട്ടീവ് ആകുന്ന രീതിയിലല്ല ക്രിയേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഫർദർ ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാനൽ കിട്ടലാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അതായത് ഈ ഒരു രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാനൽ കിട്ടലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീണ്ടും ഈ ഒരു ക്യാനൽ പുഷ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ട് ഈ ഒരു ലെവൽസിലേക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു CST ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ ടൈം ഫ്രെയിമിൽ PDR ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ആണ് 4 hour ബേസിൽ നോക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി നമുക്ക് 1 hour and 9 minutes പെൻഡിങ് ആയിട്ടുണ്ട്. നമുക്ക് 1 hourലേക്ക് അനാലിസും കാര്യങ്ങളും ചെയ്ത് നോക്കാം. 1 hourലേക്ക് നോക്കുന്ന സമയത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇത്രയും ലോ മൊമെന്റത്തിലുള്ളൊരു കാര്യം നമ്മൾ അത്രയായിട്ട് എടുക്കുന്നില്ല. നമുക്ക് വാച്ച് ചെയ്യാം എന്താണ് ആ ഒരു ലെവലിലെ റിയാക്ഷൻസും കാര്യങ്ങളെന്ന്. അവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറോയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ
ഫെയർ വാല്യൂയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ഇൻവേർഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പ്ലസ് IFEG ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇനി ബൈ വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതാണ്? നമ്മൾ നേരത്തെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള ഹൈസ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി റിജക്ഷൻ വരാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻസ് വരാനുള്ള പ്രോബിലിറ്റി ഉള്ള ഏരിയയാണ്. നമുക്ക് അതും കൂടി ഒന്ന് മൈനസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. മൈനസ് IFEG ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. മൈനസ് IFEG ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഡൗൺ സൈഡിലേക്ക് ഫർദർ മൂവ്മെന്റ് വരുമോ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവിടെ നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളും വരുന്നത്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇവിടെ ഒരു മാനിപ്പുലേഷൻ കിട്ടി അപ്പ് സൈഡിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകും. നമുക്ക് 50 മിനിറ്റ്സിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ട്രേസ്മെന്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഷോർട്ട് ടേം ആയിട്ട് നോക്കുന്ന സമയത്ത് ബൈ സൈഡ് എടുത്തു, റിവേഴ്സൽ കാണിക്കുന്നുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം കാണിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ലോ ടേക്കൻ ഔട്ട് ആയിട്ട് റിവേഴ്സൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകും. അതായത് ഈ ഒരു ഡൗൺ സൈഡിലുള്ള ഈ ഒരു ലോ ടേക്കൻ ഔട്ട് ചെയ്തതിനു ശേഷം റിവേഴ്സൽ സെൽ സൈഡ് ടു ബൈ സൈഡ് പോകുന്ന രീതിയിലുള്ള ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. നമുക്ക് 5 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ലോ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. 1 മിനിറ്റിലേക്ക് വന്നിട്ടുള്ളത് 5 മിനിറ്റ്സിലേക്ക് എടുക്കാം. അതേപോലെ തന്നെ നോക്കേണ്ട കാര്യമാണ് ഓപ്പണിംഗ് എവിടെയാണ്. നമുക്ക് ഓപ്പണിംഗ് മാനിപ്പുലേഷൻ നമുക്ക് നോക്കേണ്ടതുണ്ട്. പവർ ഓഫ് 3 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കാറുള്ളത്. ഒരു ബയാസ് ബെയറിഷ് ആയിട്ടാണ് യൂറോയിലുള്ളത്. അപ്പോൾ ബുള്ളിഷ് ആയിട്ട് DXYയിൽ പോകണം അല്ലേ. ഓക്കെ, 2 ഡേ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. കാൻഡിൽ ലെവൽ ഇവിടെയുള്ള നമ്മൾ നേരത്തെ ആ ഒരു FEG യൂറോയിൽ വരച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു FEG കാണാൻ പറ്റും. ഈ ഒരു ഹൈ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു ഏരിയ വാച്ച് ചെയ്യാം. എന്താണ് നമ്മുടെ ആ ഒരു ടൈമിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ആകുന്ന ഓപ്പർച്യൂണിറ്റി നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 2 o'clock വരെ. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ടൈമും കൂടി ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ആ ഒരു ഏരിയയിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും. അതിനുശേഷം നമുക്ക് ട്രേഡ് പ്ലാനും കാര്യങ്ങളും ചെയ്യാം. ഞാൻ ട്രേഡ് പ്ലാനും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കറൻലി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂറോയിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. പ്രൈസ് റിജക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന 2 പ്ലാനുകളിൽ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വരച്ചുള്ള ഒരു FEG ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊന്ന് വാച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻവേർഷൻ ചെയ്തിട്ട് മുകളിലോട്ടേക്ക് പ്ലസ് IFEG ആയിട്ട് പ്രൈസ് കയറി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു ട്രേഡ്, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാനിപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ ട്രേഡ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് നോക്കാൻ പറ്റിയുള്ള നമുക്ക് ഹവർലി ലെവൽസുകളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻവേർഷൻ നമ്മൾ നോക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് റിജക്ഷൻ എന്ന ലെവൽ പ്രൈസ് അതിൻ്റെ മുകളിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസിന് റിവേഴ്സൽ പോയിന്റ്സുകളായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു നമുക്കൊരു റിജക്ഷൻ ബ്ലോക്കും കാര്യങ്ങളും കാണാൻ പറ്റും. ഹയർ ലെവലിൽ റിജക്ഷൻ ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു ഇൻവേർഷനിലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു എൻട്രിയാണ്. ബട്ട് ഒരു കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്ലാൻ ക്രിയേറ്റ് ആയ സമയത്തായിരുന്നു ഞാൻ ട്രേഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ട്രേഡ് വളരെ സിമ്പിളാണ്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി ഹവർലി ഉള്ള ഒരു റിജക്ഷൻ ബ്ലോക്ക് ടാപ്പ് ചെയ്തു. നമുക്ക് അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലെല്ലാം പോയി കഴിഞ്ഞാൽ ആ റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പും കാര്യങ്ങളും വന്നു. അതിന് ശേഷം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിയാക്ട് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പ്രൈസ് ഡ്രോപ്പ് വന്ന് ഈ ഒരു ലെവൽസിൽ നിന്നായിരുന്നു റിവേഴ്സിൽ വന്ന സ്ഥലത്തു നിന്നായിരുന്നു എൻട്രും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പും കാര്യങ്ങളും തന്നു. അതിനുശേഷം ഈ ഒരു പ്ലസ് FEG ലെവൽസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളും കാണിക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിലേക്ക് എനിക്ക് ട്രെയിലിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. കറണ്ട് ലെവൽ ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ക്ലോസും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു വിക്കിൻ്റെ താഴെ പോയിട്ട് ക്ലോസ് കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ മൂവ്മെൻറ്റ് നമ്മുടെ ടാർഗറ്റ് 1:2 എന്നുള്ള രീതിയിലേക്ക് കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഓപ്പണിംഗ് ലെവൽസിൽ നിന്ന് നമുക്കൊരു മാനിപ്പുലേഷൻ നമ്മൾ ഇന്ന് വിചാരിച്ച പോലെ ഒരു മാനിപ്പുലേഷൻ കിട്ടി. അതിനുശേഷം റിവേഴ്സലും കാര്യങ്ങളും കിട്ടി. കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു എൻട്രിയാണ്. പക്ഷേ
കുഴപ്പമില്ല. എൻ്റെ പ്ലാനും കാര്യങ്ങളും വർക്കൗട്ട് ആയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ട്രേഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ടാകും. നമുക്ക് നോക്കിക്കാനെല്ലാം കാണാൻ പറ്റും. ഇവിടെ നല്ല രീതിയിലൊരു സ്ട്രക്ചറും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക് ഈവൻ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. നമുക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ആവുന്നതിന് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് പോയി ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്രേസ്മെന്റ് വരാൻ പോസിബിലിറ്റി. കാരണം വെച്ചാൽ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഹയർ ലെവലിലേക്ക് പോയി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ റിവേഴ്സിൽ വന്ന് നമ്മൾ എസ് എൽ അടിക്കാനുള്ള പ്രോഫിറ്റ് ഭയങ്കര കൂടുതൽ. അപ്പോൾ അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആ ഒരു ലോസോ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് കറണ്ട് ലെവലിൽ തന്നെ ഉള്ളത്. നമുക്ക് ഈ ഒരു ക്ലോസ് നമുക്ക് നോക്കിയതിന് ശേഷം ഓക്കെ, നമുക്ക് ഈ ഒരു വിക്കിൻ്റെ 50% താഴെയാണ് ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് അതിന് 50% നോക്കാം. 0.5. ഓക്കെ, നമുക്ക് ആ 50% ആ ലെവൽസിൽ വന്നിട്ടാണ് ക്ലോസ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കറണ്ട് ലെവൽ ഞാൻ ബ്രേക്കും സെറ്റ് ചെയ്യുന്നില്ല, ബ്രേക്കും ഇല്ല, നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു നല്ലൊരു ഡ്രോപ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. DXY ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹയർ ലെവൽ, ഈ ഓപ്പണിംഗ് ലെവൽസിലേക്കുള്ള റണ്ണോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു ബൈ സൈഡ് എടുക്കുന്ന രീതിയിലുള്ള റണ്ണോ ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഡ്രോപ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഒരു സഡൻ ആയിട്ടുള്ള ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റും കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു ചെറിയ പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു പൊസിഷനും കാര്യങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ ലോട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു അക്കൗണ്ടാണ്. ആ ഒരു അക്കൗണ്ടിലാണ് ഞാൻ ടെസ്റ്റിംഗ് കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റണ്ണും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ആ ടാർഗറ്റിലേക്ക് വരുമോ ഇല്ലയോ എന്ന്. നോക്കി ട്രേഡ് എടുത്ത ഏരിയാസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എക്സാക്റ്റ് ആ ലെവൽസ് തന്നെയാണ്. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഇവിടെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ടാർഗറ്റ് ഈ ഒരു ലെവൽസിലാണ് നമുക്കുള്ളത്. ഓൾമോസ്റ്റ് ഒരു 1:2 ട്രേഡാണ്. നമുക്കൊരു $5 റിസ്ക് ചെയ്തുകൊണ്ട് $10 ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ലോട്ടിലാണ് നമ്മൾ ട്രേഡിങ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ആ ലെവൽസിലേക്ക് റണ്ണ് കിട്ടുകയില്ലെന്ന്. ഈ ഒരു ക്യാനിൽ നമുക്ക് നല്ലൊരു ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫർദർ മൂവ്മെന്റ് കിട്ടുക. പക്ഷേ നമ്മൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. DXYയിലും ആ ഒരു പുഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിന്ന് നോക്കലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ന്യൂസും കാര്യങ്ങളും ഉണ്ട് ഇന്ന് ഈവനിങ്. ഓക്കെ, USDയുടെ നമുക്ക് PPI ഉണ്ട്, കോർ റീറ്റെയിൽ സെയിൽസ് ഉണ്ട്, PPI മന്ത് ഉണ്ട്, കോർ PPI ഉണ്ട്, അൺഎംപ്ലോയിങ് ക്ലയൻസ് ഉണ്ട്. നമുക്കിന്ന് അത്യാവശ്യം നല്ല ന്യൂസസും കാര്യങ്ങളും, ഹൈ ഇമ്പാക്ട് ന്യൂസസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എക്സ്പെക്ട് ചെയ്തൊരു ചോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു മാനിപ്പുലേഷൻ തന്നിട്ട് റിവേഴ്സൽ വരുന്നുണ്ട്. ഈ ഒരു ലെവൽസിലേക്കുള്ള ഡ്രോപ്പ് കിട്ടുമല്ലോ നമുക്കറിയില്ല. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഇനിയിപ്പം ഡ്രോപ്പ് വന്നില്ല, ഈ ഒരു ക്യാൻഡിൽ ഡ്രോപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്രേസ്മെന്റ് അപ്പ് സൈഡിലേക്ക് കാണാൻ പറ്റേണ്ടതാണ്. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു വിക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് റിജക്ഷൻസ് കാണുന്നത്. ഈ ഒരു വിക്കിൻ്റെ മുകളിലോട്ട് പോകേണ്ടതായിട്ട് നമുക്ക് കാണേണ്ടതാണ്. ഈ ഒരു വിക്കിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടേണ്ടതായിട്ട് കാണേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിട്രേസ്മെന്റ് വന്നിട്ടായിരിക്കും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്രേക്കും സെറ്റ് ചെയ്യുന്ന കാര്യം സെറ്റ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ചില സമയങ്ങൾ നമുക്ക് ഈ ഒരു ലെവൽസിലേക്കെല്ലാം റണ്ണ് വന്നതിന് ശേഷമായിരിക്കും ഡ്രോപ്പ് വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ തട്ടിയതിന് ശേഷമായിരിക്കും ഡ്രോപ്പ് വരുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിലെല്ലാം പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ലെവലിലൊക്കെ റണ്ണ് കിട്ടിയതിന് ശേഷമായിരിക്കും വീണ്ടും ഡ്രോപ്പ് വരുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഡ്രോപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പം മാർക്കറ്റിൽ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിഫ്റ്റിയെല്ലാം നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലെവൽസിൽ നല്ല എൻ്റെ പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. കുറച്ച് സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലെ ഓൾ ടൈം ഹൈ ലെവൽസിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ആണ്. ചിലപ്പോൾ ഫർദർ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു 60,000 എന്നുള്ള ലെവൽസിലേക്കുള്ള റണ്ണ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നല്ല നല്ല സ്റ്റോക്സിലെല്ലാം പോയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ടൈമാണ്. ഞാൻ എല്ലാ സാധനവും വീടുന്ന സമയത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരിക്കലും ഈ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയുള്ളൊരു കാര്യമാണ്. എനിക്ക് താല്പര്യമുള്ള, എനിക്ക് ബിസിനസ് ലോട്ടുള്ള സ്റ്റോക്കിലൊക്കെയാണ് ഞാൻ ഇപ്പം അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ ക്യാപിറ്റൽസ്. ഫർദർ മൂവ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കാം.
ജസ്റ്റ് ഈ ഒരു റിസ്ക് റിവാർഡ് വെച്ചെന്നേ ഉള്ളൂ. റിസ്ക് റിവാർഡൊന്നും ഇല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ടൈം കൂടിയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ആ ഒരു CE ലെവൽസിലേക്ക് വന്നിട്ടുണ്ട്. റിജക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത് മാറാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് $6 സംതിങ് ആയിട്ടേ ഉള്ളൂ. നമുക്ക് റിസ്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇവിടെ ടാർഗറ്റ് എത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? 9.70 ലെവലാണ്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ലെവൽസിലേക്ക് കിട്ടില്ല, നമുക്ക് നോക്കാം. DXY വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഈ ഒരു സമയത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റിലേക്കും വന്നിട്ടുണ്ടാകാൻ പോസിബിലിറ്റി. അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു പുഷ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൈ സൈഡ് എടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഫർദർ ആയിട്ട് യൂറോ കിട്ടിയേക്കാൻ ഡ്രോപ്പ്. പക്ഷേ ഞാൻ അത്രയും ടാർഗറ്റ് ചെയ്യുന്നില്ല, മാറില്ല. ഒരു 1:2 എടുത്തിട്ട് മാറും, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നല്ല ലെവൽസിൽ നിന്ന് എൻട്രീസും കാര്യങ്ങളും എടുക്കാൻ നോക്കുക. ഞാൻ എല്ലാം വീഴുന്ന സമയത്താണ് എടുക്കുക. എല്ലാവരും പാനിക്കായിട്ട് സെല് ചെയ്താൽ മാറുന്ന സമയത്താണ് ഞാൻ എൻട്രീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എൻട്രീസും കാര്യങ്ങളും നോക്കാം. അപ്പം കുറച്ച് സ്റ്റോക്കുകളാണ് ഞാൻ എൻട്രി എവിടെ നിന്നെല്ലാം എടുത്തിട്ടുണ്ട്. ഈ ടാറ്റ മോട്ടോഴ്സെല്ലാം ഞാൻ കുറച്ച് ലേറ്റ് എൻട്രി ആണ്, കാരണം വെച്ചാൽ ഈ ഒരു ഫാളിലായിരുന്നു എൻട്രീസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 80 സംതിങ് പോയിന്റ്സ് നമ്മൾ കറക്റ്റ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം എൻ്റെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഓൾമോസ്റ്റ് 10% മുകളിൽ റിട്ടേൺ ആയിട്ടുണ്ട്. ഓവറോൾ ആണ്, സിംഗിൾ ഇത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു റിട്ടേൺ ആയിട്ടുണ്ട് ഓവറോൾ വന്നത്. അതേപോലെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഗോൾഡ് പീസിൽ. ഗോൾഡ് പീസിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഇതിൽ എക്സിറ്റ് ചെയ്ത് അങ്ങനെ പ്ലാനൊന്നും മാറാറില്ല. ഞാനൊരു റീസെൻ്റ് ഈ ഒരു പമ്പ് വരുന്നതിന് മുമ്പെല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ലെവലിൽ തന്നെ എൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയും വീണ്ടും അതായത് എന്തായാലും ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടിയേ ഉള്ളൂ. അപ്പം പ്രൈസിന് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിസിക്കൽ ഗോൾഡായിട്ട് വാങ്ങുന്നതിന് വരെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിപ്പോൺ ഇന്ത്യയുടെ ETF പോയിട്ട് ബൈ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുക. വെറും 74-75 രൂപ വരുന്നുള്ളൂ ഒരു ഷെയറിന്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വീക്കിലി നിങ്ങൾ ഒരു 1000 രൂപ കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ മന്ത്ലി ഒരു ഇത്ര രൂപ വെച്ചിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ട് ഇപ്പം കല്യാണം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റും, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിൽ നോക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഞാനിവിടെ ഇക്വിറ്റിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡിൽ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇക്വിറ്റി ചെയ്യുന്നുണ്ട്, ഗോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഞാൻ ചെയ്യാറില്ല, ബെറ്ററാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറേ ആയിപ്പം ഡ്രോപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫണ്ടെല്ലാം വിഡ്രോ ചെയ്തു. ഇനിയിപ്പം അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സാറില്ല. ഓക്കെ, നമ്മൾ ടാർഗറ്റും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുപോലെ നമ്മൾ ആ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. റിവ്യൂസും കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതേപോലെ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. എല്ലാം നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഓക്കെ.